പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരുപാട് റൗണ്ടുകൾ എണ്ണാൻ ബാക്കി നിൽക്കുമ്പോൾ BJP 43 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 27, കോൺഗ്രസ് ഇല്ല, മറ്റുള്ളവരും ഇല്ല. അവരൊക്കെ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റെഡി. അതല്ല, എല്ലാ പാർട്ടിക്കും നമുക്ക് വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ കട അടച്ചു പോകും. സിസോദിയുടെ 1900 കടന്നു കേട്ടോ. സിസോദിയ കുറെ നേരം പിന്നിലായിരുന്നു, മുന്നിൽ കയറിയപ്പോൾ മനീഷ് സിസോദിയ മിക്കവാറും വേണമെങ്കിൽ കടന്നു പോകാൻ സാധ്യതയുണ്ട്. 26-44 SKN ആം ആദ്മി പാർട്ടി 26 സീറ്റുകളിൽ BJP 44. പ്രധാനപ്പെട്ട ഒരു കാര്യം, അനിൽകുമാർ ആയിരുന്നു. അനിൽകുമാർ ഒരു സഹൃദയനാ കേട്ടോ, സിനിമയൊക്കെ കാണാൻ പോകും. നിങ്ങൾ ഒറ്റ പൈസ വാങ്ങണ്ട, പക്ഷെ ഞങ്ങൾക്ക് എത്ര GB ആണ് നഷ്ടം അറിയാമോ? അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് അല്ലേ? ക്രെഡിറ്റ് ആണ്. നിങ്ങളുടെ GB ചെലവാകുന്നതൊക്കെ ക്രെഡിറ്റ് ആണ്. GB നഷ്ടപ്പെടുത്തിയ ആള് ഞങ്ങളാണെന്നുള്ളത് ചരിത്രത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഉറപ്പായും. പക്ഷേ എല്ലാവരോടും നന്ദി. അല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് BJP-യുടെ ലീഡ് 44, ആം ആദ്മി പാർട്ടി 26. നമ്മൾ പറയാൻ നിന്ന് അപ്പം മാറും. BJP 44, ആം ആദ്മി പാർട്ടി 26. ആകെ സീറ്റുകൾ 70, മാജിക് നമ്പർ 36 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യും, സീറ്റുകൾ നേടുകയും ചെയ്യുന്ന കക്ഷിക്ക് അധികാരത്തിൽ വരാം ഡൽഹിയിൽ. മഹാ ഇന്ദ്രപ്രസ്ഥത്തിൽ 44 സീറ്റുകളുമായി BJP ആഹ്ലാദാദരവത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി അത് തീരുമാനിക്കും. മാത്രമല്ല BJPക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. അതിന് കാരണം രാജ്യം മൊത്തം ഭരിക്കുമ്പോഴും എന്തേ ഡൽഹി ഭരിക്കാത്തു എന്ന് ചോദിച്ചവരോട് ആം ആദ്മി BJP 39, ആം ആദ്മി പാർട്ടി 31. ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇലക്ഷൻ ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേ ഈ ഓലിയിടൽ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഉറക്കത്തിലേക്ക് കിടന്നിട്ട് അയ്യോ കാര്യം പറയട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഭാര്യ വരെ വല്ല മൊന്ത എന്തെങ്കിലും എടുത്ത് വീടിന് പുറത്ത് ഈ വീടിന് പുറത്ത് താങ്കൾക്കുണ്ടല്ലോ ഏറ്റവും സഹിഷ്ണുതയുള്ള ആളിലുള്ള പുരസ്കാരം കിട്ടും വീടിന് പുറത്ത് വലിയ അത്ഭുതങ്ങൾ കാണിക്കുകയും വലിയ അലമ്പുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ പൊതുവെ സൈലന്റ് സത്യം. ഇത് എന്റെ കഥ അതങ്ങനെ. ഈ പണ്ട് ഭാഗ്യലക്ഷ്മിക്ക് ഒരു അബദ്ധം പറ്റി. ഭാഗ്യലക്ഷ്മി എന്നോട് നിങ്ങൾ ഭാര്യയെ പേടിയുള്ള ആളാണെന്ന് ചോദിച്ചു. ഞാൻ ആണല്ലോ, കൈരളിയിലെ ലൈവിലാ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചാൽ നിങ്ങളൊരു വീരശൂര പരാക്രമി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു നടക്കുന്നല്ലോ. ഞാൻ ആൾക്കാർക്ക് മണ്ടത്തരം. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, അത് ഗോൾഡൻ സെന്റൻസ് ആണ്, പുരുഷന്മാർ ശ്രദ്ധിച്ച് കേൾക്കുക. ആര് ഭാര്യയുടെ പ്രതീക്ഷയ്ക്കൊത്ത് നടക്കുന്നില്ലയോ അയാൾ ഭാര്യയെ എപ്പോഴും പേടിച്ചോണ്ടേയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞോളൂ. ആര് ഭാര്യയുടെ പ്രതീക്ഷയ്ക്കൊത്ത് നടക്കുന്നില്ലയോ അയാൾ ഭാര്യയെ പേടിച്ചോണ്ടേയിരിക്കും. നമ്മുടെ ഇവിടെ കൈഡി കണ്ടേ, ഡെസ്കിലൊക്കെ കൈഡി വരുന്നു. കാര്യം വിജയ കൈഡി ഇതൊരു ഗോൾഡൻ സെന്റൻസ് ആണ്. അപ്പൊ ഇത് സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ രണ്ട് തെറി വിളി. ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി 28, ആകെ സീറ്റ് 70, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36. ആം ആദ്മി പാർട്ടി ഇപ്പോൾ 28, BJP ഇപ്പോൾ 42, കോൺഗ്രസിന് മറ്റുള്ളവർക്കും അവിടെ ലീഡ് ഇല്ല. വിജയകുമാർ നായം വ്യക്തമാക്കണം. വിനോദ് ശ്രീധരൻ പറയുന്നു BJP എന്നോടാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് വിളിച്ചത്. വിജയകുമാർ ലീഡുള്ള പാർട്ടിയുടെ സ്വന്തം ആളാണ്. Am I correct? ആര് പറഞ്ഞ ശരിയാണോ? ഞാനല്ല, വിനോദ് ശ്രീധരൻ. അങ്ങനല്ല, ഒരു ഫാർമസിസ്റ്റ് ആണെന്ന് തോന്നുന്നു. വിനോദ് ശ്രീധരൻ, ഡോക്ടർ വിനോദ് ശ്രീധരൻ. വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടില്ല. വിജയകുമാർ നമ്മള് നയമത്വാക്കണല്ലോ വിജയകുമാർ. നമ്മൾ 3 പേർ കൂടി വേണ്ടി പറയാം. അതായത് പ്രക്ഷേപണ മുറിയിലേക്ക് ഒരു അവതാരകന്റെ കുപ്പായമിട്ട് കയറിയാൽ നമുക്ക് ഒറ്റ പക്ഷമേ ഉള്ളൂ, അത് ജനപക്ഷം. ജനങ്ങളുടെ കൂടെ, നാട്ടുകാരുടെ കൂടെ. അത് ഇത് കഴിഞ്ഞിറങ്ങിയാൽ പലർക്കും പല പാർട്ടി ഉണ്ടാവും. എല്ലാവർക്കും പൊളിറ്റിക്സ് ആണ്. വേണമെങ്കിൽ കേരള കോൺഗ്രസ് B ആവും ഒരേ സമയം, വേണം അതേസമയം കോൺഗ്രസ് പോവും. ജോസഫ് സാർ തൊടുപുഴയിൽ സുഖമായിരിക്കുന്നല്ലോ. ഇലക്ഷൻ ബുള്ളറ്റിനൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. ജോസഫ് സാറിന്റെ ഹിന്ദി പാട്ടിന്റെ ആരാധകനാണ് ഞാൻ. വിജയനോ പാട്ടാണ്. മന്ത്രി AK ശശീന്ദ്രന്റെ ഏറ്റവും കൂടുതൽ പാടിയ ആ ഹിന്ദി പാട്ട് നല്ല രസമുണ്ടായിരുന്നു. അദ്ദേഹം കുറെ പശുക്കളെ വളർത്തുന്നുണ്ട്, അറിയാലോ. തൊടുപുഴ ഏറ്റവും കൂടുതൽ പശുക്കളെ വളർത്തുന്ന കർഷകനാണ് ജോസഫ് സാർ. ഈ പശുക്കൾക്കെല്ലാം ഹിന്ദി പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പശുക്കൾ അവിടെ വിട്ട് പോകത്തില്ല. പശുക്കളെ പാടി ഉറപ്പിട്ടുള്ള ഏക മുൻമന്ത്രി അദ്ദേഹം. എല്ലാത്തിനും പേരുണ്ട്, പേരിട്ടുണ്ട്. ഒരു പശുവിന് പേരിട്ടിട്ടുണ്ട്. അതാണ് ഡെയിലി ആളുകളെ കുത്തുന്ന പശുവല്ലേ സ്കിൻ. അത് രണ്ടുപേരെ കുത്തിയിട്ട് അതെടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്നാ കേട്ടെ.
കൺട്രോൾ വിട്ടുപോയി. ഓക്കെ ഓക്കെ, കൺട്രോൾ യുവർ സെൽഫ്, കൺട്രോൾ. വി ആർ ഇൻ ഇലക്ഷൻ. കം ടു ദ പോയിന്റ്. അപ്പോൾ വീണ്ടും ഡൽഹിയിലെ ആകെ കണക്ക് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടി 26 ലീഡ് ചെയ്യുന്നു, BJP 44 ലീഡ് ചെയ്യുന്നു, കോൺഗ്രസിനും മറ്റുള്ളവർക്കും ഒരിടത്തും ലീഡിൽ ഇപ്പോൾ ഇല്ല. കോൺഗ്രസ് ലീഡ് ചെയ്യാൻ വരൂ. അത്രയും നേരം BJP ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം കക്ഷി നില കിട്ടുമ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്ന 70 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണി തുടങ്ങുന്നത് 70. ഇപ്പോൾ ആം ആദ്മി പാർട്ടി 27 ലീഡ് ചെയ്യുന്നു, BJP 43. 43 BJP, ആം ആദ്മി പാർട്ടി 27. This broadcast comes you from 24 International. Okay, ready. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി, ഇപ്പൊ 10:23 ആവുന്നു. 2 മണിക്കൂറും 23 മിനിറ്റും പൂർത്തിയാകുമ്പോൾ ഈ പറയുന്ന 40 ചുറ്റുവട്ടം BJP കിടന്ന് കറങ്ങുകയാണെങ്കിൽ BJP പ്രവർത്തകർ ആഘോഷിക്കുന്ന അർത്ഥമുണ്ടെന്ന് ഞാൻ പറയുമോ? BJP-ക്കാർ ഇത്തിരി നേരത്തെയാ, നമുക്ക് അതേ പറയാം. കഴിഞ്ഞു മതിയായിരുന്നു. കാരണം 26 കിടക്കുക, 10 കൂടെ അടിച്ചാൽ 36 ആയില്ലേ? പക്ഷേ BJP 44 കിടക്കുക. അതാണ് നമ്മുടെ വിഷമം. ഒന്നും പറയാൻ വയ്യ. ഇത് നമുക്ക് നമ്മുടെ വിഷമം എന്നൊക്കെ പറയാൻ ആളുകൾ തെറ്റിദ്ധരിക്കും. മാത്രമല്ല, ധാരണ തെറ്റുമ്പോഴാണ് അതുണ്ടാകുമ്പോഴാണ് അല്ലേ? ഓക്കെ, ധാരണ തെറ്റിക്കാതിരിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക. മാത്രമല്ല BJP ഓഫീസിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. അവിടെ റീന സതീശനോട് വ്യക്തിപരമായിട്ട് ചോദ്യം ചോദിക്കുന്നു. പരസ്യമാക്കണം വിജയ, ഇനിയിപ്പോ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തെല്ലാം സത്യം പറയുന്നു. റീന സതീശൻ SKN എല്ലാം ഉഷച്ചേച്ചി കേട്ട് കാണും. ഏത് ആര് ഭാര്യയുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം നടക്കുന്നുവോ, കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മ വേണം. വീട്ടിൽ കയറണ്ടേ, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എല്ലാ പുരുഷനും അനുഭവിക്കുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ടിൽ കേറണ്ടേ. അപ്പൊ നമ്മള് ഡൽഹിയിലേക്ക് BJP 42, അപ്പൊ വിജയന്റെ ഒരു രാഷ്ട്രീയ ഭിക്ഷ അല്ലല്ല, ഭിക്ഷ ഇവിടെ അല്ലേ, രാഷ്ട്രീയ വിശാരദ. യു ആർ രാഷ്ട്രീയ വിശാരദ. എന്താണ് ഒരു പൊളിറ്റിക്കൽ നിരീക്ഷണം ഡൽഹിയിൽ ഇപ്പൊ എന്താ? ഞാൻ പറയട്ടെ, ഒരു BJP ഒരു കംഫർട്ടബിൾ മാർജിനോടെ അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. പന്തയം വെക്കുന്നു. പന്തയം വെക്കണ്ട. പന്തയം എന്ന് പറയുന്നത് പന്തയത്തിനുള്ള സ്കോപ്പ് ഇനിയിപ്പോ ഇല്ലെന്ന്. അപ്പൊ അങ്ങനെയാണ് വിജയനോട് പന്തയം വെക്കാൻ ഞാനില്ല. അശ്മി, അപ്പൊ ഒരു ഡൽഹിയിൽ ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ കുറിച്ച് ഇത്രയും കാലം ടെലിവിഷൻ അവതരണത്തിൽ നിന്ന് വാർത്താ വായനക്കാരെന്നുള്ള നിലയിൽ അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായും അവിടെ കടുത്ത ആന്റി ഇൻകംബൻസി ഉണ്ട്. മാത്രമല്ല വോട്ട് കട്ടിംഗ് ഉണ്ട്, വോട്ട് കട്ടിംഗ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഫാക്ടറുകൾ ആം ആദ്മി പാർട്ടി തളർത്തുകയാണ്. അതിനിടയിൽ കൂടെ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ അതിനിർണ്ണയം ഇപ്പൊ കൽക്കാജി ഓക്കലടക്കമുള്ള പല മണ്ഡലങ്ങളിൽ BJP മുന്നിൽ വരുന്നതിന് കാരണം ഉറപ്പായും അവിടെ വോട്ടുകൾ കോൺഗ്രസ് പിടിച്ച് വല്ലാതെ മാറ്റിയിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും കുറെ അധികം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് രണ്ടാമത് വരുന്നുണ്ട്. അതിനർത്ഥം കോൺഗ്രസ് അവിടെ അവരുടെ ശക്തി കാണിക്കുന്നു. പക്ഷേ അത് ആം ആദ്മി പാർട്ടിയുടെ ചെലവിൽ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ ചോർത്തിക്കൊണ്ടാണ് BJP ജയിപ്പിച്ചുകൊണ്ടാണെന്ന് പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസ് അവരുടെ ഏതാണ്ട് അസ്തമിച്ചു പോയെന്ന് കരുതിയ 4% അവരവരുടെ ശതമാനം കണക്ക് ഉയർത്തുന്നു എന്നത് എന്തായാലും ഡൽഹിയിലെ ഒരു കാഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJP 27 വർഷങ്ങൾക്ക് ശേഷം അവിടെ രാജ്യ തലസ്ഥാനത്ത് കാവിക്കൊടി പറിക്കുന്നു. ഈ ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്യുന്നു എന്നൊരു വിവരം കൂടിയുണ്ട്. മിൽക്കിപൂരിലെ MLA ആണ് അവിടെ അയോധ്യയിൽ മത്സരിച്ച് BJPയെ തോൽപ്പിച്ചത്. അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്യുന്നു. ഒരു കാര്യം കൂടെ, ശിവപ്രസാദ് പിള്ള 24-ന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം. നിങ്ങളെ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ ഈ അവതരണം കണ്ടു കാണും. അപ്പോഴൊക്കെ തന്നെ ഏത് പാർട്ടി ജയിച്ചോ അവരുടെ കൂടെ നമ്മൾ. പക്ഷപാതം ഒരാളോട് മാത്രം അല്ലേ, ജനങ്ങൾക്കൊപ്പം മാത്രം. അല്ലാതെ ഏതെങ്കിലും പാർട്ടി ജയിച്ചാൽ പൊട്ടിക്കരയൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി തോറ്റാൽ സന്തോഷിക്കുക, അങ്ങനെ പരിപാടിയൊന്നുമില്ല. വ്യക്തിഗതമായ എനിക്ക് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയാനുള്ള ത്വര വന്നു. തല്ലിക്കെടുത്തി കാര്യം അത് അത്ര നല്ല ഇംഗ്ലീഷ് അല്ല. 24 ഇന്റർനാഷണൽ വരട്ടെ. അതോടെ പ്രേക്ഷകർ ഒരു കാര്യം അറിയും, ഇങ്ങനെയും ഇംഗ്ലീഷ് പറയാമെന്ന്. ഒരു കോളേജ് അധ്യാപകൻ കൂടി ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ആ കുട്ടികളുടെ ഒരു അവസ്ഥ സൂപ്പർ ഗംഭീർ ഇംഗ്ലീഷ് ആണ് അറിയത്തെ ചുമ്മാ പറയുന്നത്. നല്ല ഇംഗ്ലീഷ് തർക്കമായിരുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ടില്ല.
എനിക്ക് മനസ്സിലായി. ഓക്കേ, നല്ല ഇംഗ്ലീഷ് ഒന്നും കേട്ടിട്ടില്ല. അറിയാം. ഓക്കേ, അതുപോലെ ഇംഗ്ലീഷ് ഈസ് ഓവർ. ഇംഗ്ലീഷ് ഈസ് ഓവർ. അല്ല, എന്റെ അച്ഛൻ ഇംഗ്ലീഷ് അധ്യാപനം, അത് നമുക്കറിയാം. നല്ല ഇംഗ്ലീഷ് കേട്ടോ. ഇംഗ്ലീഷ് അധ്യാപനം അതാണ് സൂപ്പർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ. എന്നിട്ടാണോ ആഷ്മി ഇങ്ങനെ ഇംഗ്ലീഷ്? ആഷ്മിയുടെ ഇംഗ്ലീഷ് നമുക്ക് മറ്റേത് പരീക്ഷിക്കാം. അപ്പം അതല്ല, യൂറോപ്യൻസിനെ നമുക്ക് ഞെട്ടിക്കണം. ഇംഗ്ലീഷ് ഇങ്ങനെ പറയാനവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും അപ്പോൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ 27 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ബിജെപി 43 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. വേറെ ആരും വേറൊരിടത്തും ലീഡ് ചെയ്യുന്നില്ല. അവരൊക്കെ ലീഡ് ചെയ്യുന്ന പ്രത്യാശയോടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ലീഡ് പറയുന്നു. അല്ലേ? ബിജെപി ആകെ 70 സീറ്റ്. 70 സീറ്റ്. ആകെ 70 സീറ്റ് ഡൽഹിയിൽ. 36 മാജിക് നമ്പർ. നിലവിൽ ബിജെപി ലീഡ് ചെയ്യാണ് അവിടെ. 43 സീറ്റുകളുമായാണ് അവർ ലീഡ് ചെയ്യുന്നത്. ആ യാഥാർത്ഥ്യം ഓക്കെയാണ്. അതുവരെ കറക്റ്റാണ്. ഓക്കെ, 43 സീറ്റുകൾ ബിജെപി ചെയ്യുന്നു. ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി 27. മാജിക് നമ്പറിലേക്ക് പോകാൻ ഇനി 9 സീറ്റുകൾ വേണം. അത്ര എളുപ്പമാണ്. അത്ര പാടാ.